أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا إنها تذكرة فمن شاء ذكره في صحف مكرمة مرفوعة مطهرة بأيدي سفرة كرام بررة. സദഖല്ലാഹുൽ അദീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് അബസയിലെ 11 മുതൽ 16 കൂടിയ ആയത്തുകളാണ് ഓതിവെച്ചത്. അർത്ഥം നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ഇന്നഹാ തദ്കിറ. കല്ല, വേണ്ട. ഇന്നഹ, തീർച്ചയായും ഇത്, തദ്കിറത്തുൻ, ഒരു ഉത്ബോധനം മാത്രമാണ്. ഫമൻ ശാഅ ദക്കറ. ഫമൻ ശാഅ, അതുകൊണ്ട് ആർ ഉദ്ദേശിച്ചുവോ, ദക്കറഹു, അവൻ ഉത്ബോധനം കൈക്കൊള്ളട്ടെ അഥവാ ഓർത്തുകൊള്ളട്ടെ. ഫീ സുഹഫിൻ, ചില ഏടുകളിലാണ് അവ, മുക്കറമത്തിൻ, പരിശുദ്ധമാക്കപ്പെട്ട, ആദരണീയമായ, മർഫൂഅത്തിൻ, വളരെ ഉയരത്തിൽ വെച്ചിട്ടുള്ള, മുതഹറത്തിൻ, പരിശുദ്ധമാക്കപ്പെട്ട, ബി ഐദി സഫറ. ബി ഐദി, ചില കരങ്ങളാലാണ് അവ എഴുതപ്പെട്ടിരിക്കുന്നത്. സഫറ, ചില എഴുത്തുകാരുടെ, ചില മലക്കുകളുടെ. കിറാമിൻ ബററ. കിറാമിൻ, അവർ മാന്യന്മാരാണ്. ബററ, പുണ്യവാന്മാരുമാണ്. സൂറത്തു അബസയിലെ കഴിഞ്ഞ ആയത്തുകളിൽ അബ്ദുല്ലാഹിബ്ന് ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടത്ര പരിഗണിച്ചില്ല എന്നും അതിനേക്കാൾ വലിയ പരിഗണന നിഷേധികളായ സ്വന്തം മതിയായവരാണ് എന്ന് ധരിച്ചു വശായ ഖുറൈശി നേതാക്കൾക്ക് വേണ്ടിയിട്ട് കുറെ കൂടി അധികം സമയം അദ്ദേഹം ചിലവഴിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തതാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റി ചുളിഞ്ഞതിനെ പരാമർശിച്ചുകൊണ്ട് ഈ സൂറത്ത് തുടങ്ങിയത് തന്നെ. ജിബ്രീൽ അലൈഹി ഇസ്ലാം ഇത് ഓതിക്കൊടുത്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ വിഷമിക്കുകയുണ്ടായി. നബിയുടെ മുഖം വല്ലാതെ മങ്ങി. തനിക്കെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ എന്തോ വിധി പുറപ്പെടുവിക്കാൻ പോകുന്നു എന്ന തോന്നൽ നബിക്കുണ്ടായി. ആ അവസരത്തിലാണ് കല്ല, വേണ്ട, അങ്ങനെ ഒന്നും ധരിക്കണ്ട. ഇന്നഹാ തദ്കിറ, തീർച്ചയായും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഇതൊരു ഉത്ബോധനമാണ്. ഇനി ഇങ്ങനത്തെ ഒന്നും സംഭവിക്കരുത് എന്നുള്ള ഒരു ഉണർത്തൽ മാത്രമായി ഇതിനെ കണ്ടാൽ മതി എന്ന് റസൂലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരം നൽകുകയാണ്. എന്നിട്ട് പൊതുവായി ഫമൻ ശാഅ ദക്കറ, ആർ ഉദ്ദേശിച്ചുവോ, ആർക്കൊക്കെ ഉദ്ദേശമുണ്ടോ, ദക്കറഹു, അവന് ഇത് ഓർമ്മിക്കാം, ഇത് ഉത്ബോധനമായി എടുക്കാം, ഇതനുസരിച്ചുകൊണ്ട് നന്നായി ജീവിക്കാൻ സാധിക്കും. ഈ ഖുർആൻ ഫീ സുഹഫിൻ മുക്കറമ, ഇത് വളരെ പവിത്രമായ ചില ഏടുകളിലാണ് ഈ ഖുർആൻ ഉള്ളത്. മർഫൂഅത്തിൻ മുതഹറ, ഉയർത്തപ്പെട്ടതാണ്, അതേപോലെ തന്നെ പരിശുദ്ധമാണ്. വിശുദ്ധ ഖുർആൻ
എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉത്ബോധനത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ പവിത്രമായ നിർദ്ദേശങ്ങളാണ്. അവ അടങ്ങിയിട്ടുള്ള ഏടുകളാണ്. ആ ഏടുകൾ വളരെ പരിശുദ്ധമാണ്. അതോടൊപ്പം ലൗഹ് മഹ്ഫൂദ്, ഏഴാം ആകാശത്തിൻ്റെ മുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉല്ലേഖനം ചെയ്തിട്ടുള്ള ലൗഹ് മഹ്ഫൂദ് എന്ന് പറയുന്ന ആ ലൗഹിൽ നിന്ന് എടുക്കുന്നതാണ് ഇതിൻ്റെ ഓരോ വാക്കുകളും. അത്രയും ഉയരത്തിലാണ് എന്നർത്ഥം. പൈശാചികമായ പിശാചുക്കളുടെ ഇടപെടലുകളോ കാര്യങ്ങളോ ഒന്നും നടക്കാതെ പരിശുദ്ധമാക്കപ്പെട്ട മുതഹറ, പരിശുദ്ധമാക്കപ്പെട്ട ഏടുകളാണിത്. ഇതിൽ കൈകടത്തലുകളൊന്നുമില്ല. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉത്ബോധനമായി എടുത്തുകൊണ്ട് ജീവിതം നന്നാക്കിയെടുക്കാൻ സാധിക്കും. മാത്രമല്ല ബി ഐദി സഫറ, ചില കരങ്ങളാൽ എഴുതപ്പെട്ടതാണ്, മലക്കുകളുടെ ഇതായ ചില കരങ്ങളാൽ എഴുതപ്പെട്ടതാണ് എന്നർത്ഥം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എഴുത്തുകാരായ മലക്കുകൾ എന്നാണ്. കിറാമിൻ, അവരാകട്ടെ മാന്യന്മാരാണ്. ബററ, പുണ്യവാന്മാരുമാണ്. യാതൊരു തെറ്റും ചെയ്യാത്ത മാന്യന്മാരായ പുണ്യവാന്മാരായ മലക്കുകൾ ഇത് എഴുതി റെഡിയാക്കി വെച്ചു. ആ എഴുതിയ ലിഖിതങ്ങളിൽ നിന്നാണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ അനുവാദത്തോടെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 23 വർഷം കൊണ്ട് ഈ ഖുർആൻ ഇറക്കി കൊടുത്തത് എന്നർത്ഥം. ബററ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുന്നയാൾ എന്നും അർത്ഥമുണ്ടെന്ന് പറയുന്നുണ്ട്. കിറാം എന്ന് പറയുന്ന മാന്യന്മാരെന്ന് പറയുന്നത് അള്ളാഹു മാന്യത കൽപ്പിച്ച ആളുകളാണ് എന്നും മറ്റുള്ള എല്ലാ ദുഷ്ചെയ്തികളിൽ നിന്നും അകന്നു നിൽക്കുന്നവരാണ് എന്നും പണ്ഡിതന്മാർ ഇതിന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ഉത്കൃഷ്ടമായ വചനങ്ങളാണിത്. മഹാന്മാരായ മലായിക്കത്ത് എഴുതിയിട്ടുള്ള അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുകൊടുത്ത ഗ്രന്ഥമാകുന്നു ഇത്. ഇതനുസരിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കട്ടെ. വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് മാപ്പാക്കി തരികയും ചെയ്യട്ടെ. വാ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.